എൻ്റെ പേര് അർജുൻ. ഈ ഒരു അനുഭവം എനിക്കുണ്ടാകുന്നത് 2 വർഷം മുന്നെയാണ്. എൻ്റെ ഈ ഒരു അനുഭവം കൂട്ടുകാരോടൊഴിച്ച് ബാക്കി ആരോടും പങ്കുവച്ചിട്ടില്ല. ഞാൻ സാധാരണ എൻ്റെ കൂട്ടുകാരുമായി ഒരു വയലിൽ ഫുട്ബോൾ കളി കളിക്കുമായിരുന്നു. എൻ്റെ വീടിനടുത്താണ് ആ ഒരു വയൽ വരുന്നത്. അങ്ങനെ ആ ദിവസം വന്നെത്തി. എല്ലാം നല്ലതുപോലെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോളായിരുന്നു എൻ്റെ സുഹൃത്ത് ശക്തമായി ബോൾ കിക്ക് ചെയ്യുന്നതും അടുത്തുള്ള വീടിന്റെ ജനാല പൊട്ടി അകത്ത് കയറുന്നതും. ആ ഒരു വീട് ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ വീടാണ്. വയലിന്റെ അടുത്തായിട്ടാണ് ആ ഒരു വീട് വരുന്നത്. നമ്മളെല്ലാം വിറച്ചുപോയി. നമ്മൾ പല പല കാര്യങ്ങൾ ആ ഒരു വീടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ ഒരു വീട്ടിൽ വെച്ച് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു വിശ്വാസം. പക്ഷെ ഞങ്ങൾ അതൊന്നും കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നമ്മുടെ ഫുട്ബോൾ നിയമം അനുസരിച്ച് ആരാണോ ബോൾ കിക്ക് ചെയ്തത് അവരെന്നെയാണ് പോയി എടുക്കേണ്ടതും. അങ്ങനെ ഞങ്ങൾ അവനോട് പോയി എടുക്കാൻ പറഞ്ഞു. എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പുതിയത് വാങ്ങിത്തരാനും ഞങ്ങൾ അവനോട് പറഞ്ഞു. അവനെ ഭയപ്പെടുത്താൻ ആ ഒരു വീട്ടിൽ പ്രേതമുണ്ടെന്നും നമ്മൾ പറഞ്ഞു. പക്ഷെ അവസാനം അവരൊക്കെ കൂടെ ഞാൻ അവന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ബോൾ എന്റേതായിരുന്നു. എനിക്ക് എന്തായാലും പോയി എടുക്കണം. അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ ആ ഒരു വീടിന്റെ അരികിലേക്ക് നടന്നു. വാതിൽ തുറന്നു. നമ്മൾ എപ്പോഴാണോ ആ ഒരു വീടിന്റെ ഉള്ളിൽ കാല് വെച്ചത് ആ സമയം പെട്ടെന്നായിരുന്നു ആ ഒരു വാതിൽ അടഞ്ഞത്. ഞാനും അവനും ആ ഒരു പൊട്ടിയ വിൻഡോയിലേക്ക് നോക്കി. അപ്പോഴായിരുന്നു ഞങ്ങളെ ഭയപ്പെടുത്തിയ ഒരു കാര്യം കാണാൻ സാധിച്ചത്. ആ ഒരു വിൻഡോ സാധാരണ പോലെ തന്നെയായിരുന്നു. ജനാല പൊട്ടിയെന്ന് കാണിക്കുന്ന ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു നമുക്ക് ലഭിച്ച ഫസ്റ്റ് വാർണിംഗ്. പക്ഷെ ഞങ്ങളത് കാര്യമാക്കിയില്ല. നമുക്ക് തോന്നിയതാകാമെന്ന് കരുതി ഞങ്ങൾ ആ ഒരു ബോൾ അന്വേഷിച്ചു. അപ്പോഴായിരുന്നു ടേബിളിനടിയിൽ എനിക്ക് ആ ഒരു ബോൾ കാണാൻ സാധിച്ചത്. ഞാനും എൻ്റെ കൂട്ടുകാരനും അതെടുക്കാൻ മടങ്ങി. അതിനുശേഷം ടേബിളിന്റെ അടിയിൽ കൈയിട്ടു. പെട്ടെന്നായിരുന്നു ഒരു കൈ എൻ്റെ കയ്യിലേക്ക് വന്ന് പിടിച്ചത്. ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ സുഹൃത്തായിരുന്നുവെന്ന്. ആ സമയം എൻ്റെ പിന്നിൽ നിന്നും എനിക്കൊരു തട്ടൽ അനുഭവപ്പെട്ടു. ഞാൻ ടോർച്ചെടുത്ത് പിന്നിലേക്ക് അടിച്ചു നോക്കി. അപ്പോഴാണ് നമ്മുടെ ആ ഒരു പന്ത് എനിക്ക് കാണാൻ ലഭിച്ചത്. അത് വായുവിൽ അതേപോലെ തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ടോർച്ച് താഴെ വീണു. ആ സമയമായിരുന്നു ഞാൻ അവളെ കണ്ടത്. അവളുടെ മുഖം വിളറിയിരുന്നു. നീളമുള്ള മുടിയാണ് അവൾക്കുള്ളത്. അതുകൂടാതെ കറുത്ത സാരിയായിരുന്നു അവൾ ധരിച്ചതും. ഇവളെങ്ങനെയാണ് ഇവിടെ വന്നത്? അതുകൂടാതെ അവളുടെ കണ്ണുകൾക്ക് പകരം ഒരു കറുത്ത ഗോളമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവൾ വിചിത്രമായ രീതിയിൽ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അതാരാണെന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കി. ഞാനും എൻ്റെ സുഹൃത്തും അലറിക്കൊണ്ട് അവിടെ നിന്നും ഓടി. നമുക്കൊരു സ്റ്റെയർ കാണാൻ സാധിച്ചു. ഞങ്ങളത് കയറി മുകളിലെ ഫ്ലോറിലെത്തി. ആ സമയമാണ് ബാൽക്കണിയുടെ ഡോർ നമുക്ക് കാണാൻ സാധിച്ചത്. ഞാനും എൻ്റെ സുഹൃത്തും പെട്ടെന്ന് തന്നെ ആ ഒരു ഡോറിന്റെ അരികിലേക്ക് ഓടി. ആ ഒരു ഡോർ പൂട്ടിയിരുന്നു. ഞാൻ തുറക്കാൻ ശ്രമിച്ചു. എൻ്റെ കൂട്ടുകാരൻ എൻ്റെ പിന്നിൽ നിന്ന് അവൾ വരുന്നുണ്ടോ എന്ന് നോക്കി. അവൾ കയറി വരുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഓരോ നിമിഷങ്ങൾ കഴിയും തോറും ആ ഒരു ശബ്ദം കൂടിക്കൊണ്ട് നിന്നു. അങ്ങനെ അവസാനമായി എനിക്ക് വാതിൽ തുറക്കാൻ സാധിച്ചു. ഞങ്ങൾ രണ്ടുപേരും ബാൽക്കണിയിലേക്ക് ഓടി. ഞങ്ങൾ അവസാനം പിന്നിലേക്ക് നോക്കി. അപ്പോഴാണ് നമുക്ക് അവളെ കാണാൻ സാധിച്ചത്. അവളുടെ കയ്യിൽ ചുറ്റിക ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഒറ്റൊരു കാര്യം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അവിടെ നിന്നും തുള്ളുക. ഞങ്ങളൊന്നും ആലോചിച്ചില്ല. അവിടെ നിന്നും ഒറ്റ തുള്ളൽ. എൻ്റെ നിർഭാഗ്യത്തിന് എൻ്റെ തലയാണ് താഴെ ചെന്ന് ഇടിച്ചത്. എൻ്റെ തലയിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ണിലേക്ക് ഇരുട്ടടിച്ച് കയറുന്നതുപോലെ എനിക്ക് തോന്നി. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് പറ്റുന്ന വേഗത്തിൽ ഓടാൻ ശ്രമിച്ചു. അങ്ങനെ കൂട്ടുകാരിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി. അപ്പോഴായിരുന്നു എൻ്റെ ബോധം പോയതും ഞാൻ താഴേക്ക് വീണതും. ആ സമയം എൻ്റെ ആ ഒരു സുഹൃത്ത് അവരോട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം പറഞ്ഞെങ്കിലും അവർ വിശ്വസിക്കാൻ തയ്യാർ ആയില്ല. ഞങ്ങൾക്ക് ഭ്രാന്താണെന്നാണ് അവർ പറഞ്ഞത്. എന്നെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എൻ്റെ മാതാപിതാക്കളും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി. ഞങ്ങൾ അവരോടൊക്കെ പറഞ്ഞത് കളിക്കുമ്പോൾ ഉണ്ടായ ഒരു അപകടം ആണെന്നാണ്. എന്താണ് യഥാർത്ഥമായി സംഭവിച്ചതെന്ന് അവരോട് പറഞ്ഞാൽ നമുക്ക് ഭ്രാന്താണെന്ന് അവർ പറയുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. ആ ഒരു വീട് ഇപ്പോഴും അവിടെയുണ്ട്. ആ ഒരു വീട്ടിനുള്ളിൽ പുതിയ ഇരയും തേടി അവൾ കാത്ത് നിൽക്കുകയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ആ ഒരു വയലിൽ കളിക്കാൻ പോകുന്നത് നിർത്തി.
വരാൻ പോകുന്ന വലിയ അപകടത്തിന്റെ ഒരു ചെറിയ സൂചനയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്.